ന്യൂസ് 16 കേരള. കൗമാരക്കാരനായ കാമുകനെ തേടി US യുവതി പാകിസ്ഥാനിൽ. കാമുകൻ കുടുംബത്തോടൊപ്പം നാടുവിട്ടു. ഓൺലൈൻ വഴി പരിചയപ്പെട്ട കാമുകനെ തേടി അമേരിക്കയിൽ നിന്നെത്തിയ യുവതി കാമുകനും കുടുംബവും ഒളിച്ചോടിയതിനെ തുടർന്ന് പാകിസ്ഥാനിൽ കുടുങ്ങി. ന്യൂയോർക്ക് സ്വദേശിനിയായ 33-കാരി ഓൺലൈനിലൂടെ പരിചയപ്പെട്ട കൗമാരക്കാരനായ കാമുകനെ കാണാനും വിവാഹം കഴിക്കാനുമാണ് പാകിസ്ഥാനിലെത്തിയത്. എന്നാൽ യുവാവിന്റെ മാതാപിതാക്കൾ ഈ ബന്ധം നിഷേധിക്കുകയും കുടുംബത്തോടെ നാടുവിടുകയുമായിരുന്നു. ഇതോടെ യുവതി പാക് സർക്കാരിനോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. $1,00,000 ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒനിജ ആൻഡ്രൂ റോബിൻസൺ എന്ന യുവതിയാണ് തന്റെ 19-കാരനായ കാമുകൻ നിദാൽ അഹമ്മദ് മേമനെ തേടി കറാച്ചിയിൽ എത്തിയതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. 2 കുട്ടികളുടെ മാതാവാണ് ഇവർ. നിദാലിന്റെ മാതാപിതാക്കൾ ബന്ധം നിഷേധിച്ചതോടെയാണ് ഒനിജ പ്രതിസന്ധിയിലായത്. തിരിച്ചു പോകാൻ തയ്യാറാകാതെ ഒനിജ നിദാലിന്റെ വീടിന് മുൻപിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. വൈകാതെ നിദാലിന്റെ കുടുംബം വീട് പൂട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോഴേക്കും യുവതിയുടെ വിസ കാലാവധിയും അവസാനിച്ചിരുന്നു. പാകിസ്ഥാനി യൂട്യൂബറായ സഫർ അബ്ബാസ് ആണ് യുവതിയുടെ അവസ്ഥ രാജ്യത്തെ അറിയിച്ചത്. ഇതോടെ സിന്ധ് ഗവർണറായ കമ്രാൻ ഖാൻ ടസോറെ വിഷയം അറിയുകയും ഇവർക്ക് തിരിച്ചു പോകാനുള്ള വിമാന ടിക്കറ്റ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് തള്ളിക്കളഞ്ഞ യുവതി വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. പാകിസ്ഥാൻ പൗരത്വം വേണമെന്നും നിദാലിന്റെ കുടുംബം ആഴ്ചയിൽ $3,000 നൽകണമെന്നുമായിരുന്നു യുവതിയുടെ ഒരാവശ്യം. പാകിസ്ഥാൻ സർക്കാർ $1,00,000 നൽകണമെന്നും ഇവർ പിന്നീട് ആവശ്യപ്പെട്ടു. അതേസമയം ഇവർ മാനസിക രോഗിയാണെന്ന് ഇവരുടെ മകൻ ജെർമിയ റോബിൻസൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ബൈപ്പോളർ രോഗബാധിതയായ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കുടുംബം ശ്രമിച്ചെങ്കിലും വരാൻ തയ്യാറില്ലെന്നും മകൻ പറഞ്ഞു. മകന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ അധികൃതർ ഇടപെട്ട് ഇവരെ കറാച്ചിയിലെ സർക്കാർ മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം വൈകാതെ അമേരിക്കയിലേക്ക് മടങ്ങുമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.